യൂണിവേഴ്സിറ്റിയിലെ ഡീന് ഒരഭിപ്രായം പറഞ്ഞു. കാരണം ഈ മരിച്ച വ്യക്തി അദ്ദേഹത്തിനെ പീഡിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ റാഗ് ചെയ്ത സമയത്ത് പരാതി കൊടുത്തില്ല എന്ന്. ആ നിയമത്തിൽ പറയുന്നത് ആ പീഡിപ്പിക്കപ്പെട്ട ആളിന് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു അധ്യാപകന് കൊടുക്കാമെന്ന. ഇയാൾ അവിടുത്തെ അധ്യാപകനല്ലേ? ഇയാൾ ഈ മണ്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഡീനെന്നല്ലേ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഈ കാര്യം. ഡീനെന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും ഉത്തരവാദിത്തം. സ്റ്റുഡൻസിൻ്റെ ഡീനാണ്. സ്റ്റുഡൻസിൻ്റെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും അക്കാഡമിക് കാര്യങ്ങളും നോക്കുന്ന ആ സാധനത്തിൻ്റെ പേരാണ് ഈ ഡീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എന്താണോ പണി? അദ്ദേഹം ഈ വിവരങ്ങളൊക്കെ പറഞ്ഞ് എന്താണ് നമ്മളതിനെപ്പറ്റി പറയാനുള്ളത്? അപഹാസ്യം എന്നല്ലാണ്ട് എന്ത് പറയാൻ? അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇവർക്ക് ആർക്ക് വേണേലും പരാതി സ്വീകരിക്കാം. ആ പോലീസിൽ സീരിയസ് ആയിട്ടുള്ളത് പോലീസിന് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പുറമേ ആരെങ്കിലും പോലീസിന് കൊടുക്കാം. അതിന് അങ്ങനെ ആരും കൊടുത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇതേമാതിരി ചെറിയ കാര്യങ്ങൾക്കൊക്കെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം അതിൻ്റെ റാഗിങ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി അന്വേഷിച്ചതിന് ശേഷം അതിന് പോലീസിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലീസിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ മേധാവി റിപ്പോർട്ട് നൽകുക. അതല്ലെങ്കിൽ അവിടുത്തെ ഇൻറ്റേർണലായിട്ട് ക്രിമിനൽ കേസുകളൊന്നുമില്ല, ഇൻറ്റേർണലായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ മറ്റ് ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ആ നിയമപ്രകാരമുള്ളത്. അതുകൊണ്ട് അതിന് ന്യായീകരണമെന്ന് പറഞ്ഞ കാര്യമില്ല. എന്തായാലും ശരി, 14-ാം തീയതിക്ക് ശേഷം സംഭവം നടന്ന് 16-ാം തീയതി സംഭവം നടന്നിട്ടതിന് ശേഷം ഇത്രയും സീരിയസ് ആയിട്ടുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യാമല്ലോ. അതിനൊരു അന്വേഷണം നടത്തണമെന്ന് ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. മറ്റ് സാധാരണഗതിയിലുള്ള റാഗിങ് കേസ് സംബന്ധിച്ച് വരികയാണെങ്കിൽ ഇത്ര സീരിയസ് അല്ലാത്ത കേസ് വരുന്നതിനാണ് ഈ അന്വേഷണത്തിനെ സംബന്ധിച്ച് ഒരാഴ്ച സമയം ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ വീഴ്ച വരുത്തിയതിനെ കൊണ്ട് ഇവർ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അവരുടെ നോട്ടീസിൽ വരുന്നതാണ്, അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഡീൻ എന്ന് പറഞ്ഞു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. പിന്നെ അതുപോലെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി ആയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ റാഗിക്ക് അനുകൂലമായിട്ട് നിലപാട് ഏതെങ്കിലും രീതിയിൽ ഈ റാഗ് ചെയ്ത ആളുകളെ സഹായിക്കാനുള്ള നിലപാട് ചിന്തിച്ച് അവർ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രതിയാണ്. നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇവരൊക്കെ കയറിയിട്ട് എവിടെയെങ്കിലും കയറി ഇരുന്നിട്ട് ഇതേമാതിരി വിവരക്കടൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ മാതിരി ഇത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ആ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് ഇവരുടെ ഭാഗത്തെ വീഴ്ചയാണ്. അതനുസരിച്ച് നടപടി അവരുടെ പേരിൽ സ്വീകരിക്കാം. ഇതിനകത്ത് തെളിവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾ അത് ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവരെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ശരി. ഏതായാലും നമുക്കറിയാമല്ലോ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു നായനെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും അപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവമൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾ മരിക്കാൻ കിടന്നാലും വീഡിയോ എടുക്കുക, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം. പ്രത്യേകിച്ച് കോളേജിൻ്റെയൊക്കെ അവസരം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായി എടുത്തിരിക്കും കുട്ടികൾ. ഈ 130 അല്ലെങ്കിൽ 150 കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും അതിനകത്ത് 50 കുട്ടികളെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചാൽ പോലീസിന് കിട്ടും. അന്വേഷിക്കണം, അത് കിട്ടണമെന്നുള്ള രീതി താല്പര്യത്തോട് കൂടിയിട്ട് ഉള്ള അന്വേഷണമായിരിക്കും നടക്കേണ്ടത്. അതല്ലാണ്ട് പ്രതികളെ സഹായിക്കുന്ന രീതിയിലുള്ള മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ആ സംവിധാനത്തിലൂടെ നമുക്ക് ശരിയായ രീതിയിൽ ഇതിന് കിട്ടില്ല. എന്തായാലും ശരി, ഇതിനകത്ത് കോളേജ് അധികാരികളുടെ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ ഈ റാഗിങ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ ഒക്കെ വീഴ്ച വന്നിട്ടുണ്ട്. ആ കോളേജ് പ്രിൻസിപ്പലെ സംബന്ധിച്ചുള്ളതും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമൊന്നും ഒഴിയാൻ പറ്റില്ല. ഇവരെയൊക്കെ ശരിയായ രീതിയിൽ അന്വേഷിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. അവരെ സംബന്ധിച്ചൊക്കെ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. നിയമ നടപടികൾക്ക് അനുസരിച്ച് അവരുടെ പേരിൽ ചാർജ് നൽകുന്നതിന് സാധിക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കേണ്ടതെങ്കിലും എൻ്റെ അഭിപ്രായം അതാണ്.